ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചറിൻ്റെ ബ്ലോക്ക് 4 എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കാണ്. അപ്പോൾ അതിൽ റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ ബ്ലോക്ക് 4 നമുക്ക് ഫസ്റ്റ് വരുന്നത് ജനറൽ പ്രോലോഗ്, കാൻറ്റംബറി ടെയിൽസ്, ഇൻട്രൊഡക്ഷൻ, ലൈൻസ് 1 to 31 ആണ്. അപ്പോൾ അതിൽ കീ ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്ലുവൻസ് ഓഫ് റിലീജിയൻ, അതായത് മതത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, കമ്പാനിയൻഷിപ്പ്. എന്താണ് ഇൻഫ്ലുവൻസ് ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയം റിലീജിയസ് സെറ്റിങ്ങിലാണ് നടക്കുന്നത്. ഈ ഒരു പോയത്തിലുള്ള എല്ലാവരും ഇങ്ങോട്ട് പോകുന്ന ഒരു തീർത്ഥയാത്ര പോവുകയാണ്. പിൽഗ്രിമേജ് എന്ന് പറഞ്ഞാൽ തീർത്ഥയാത്ര, അത് പോവുകയാണ്. എവിടേക്കാണ് പോകുന്നത്? കാൻറ്റംബറിയിലേക്കാണ് പോകുന്നത് കേട്ടോ. കമ്പാനിയൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഒത്തൊരുമിച്ച് ഫ്രണ്ട്സായിട്ട് പോവുക എന്ന് പറയുകയാണ്. ഇത് സ്ട്രോങ്ലി ആൻഡ് എവിഡൻ്റ്ലി നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റും. മെമ്പേഴ്സ് പല പല ക്ലാസ്സസിൽ നിന്നും പല പല തട്ടുകളിൽ നിന്നും ജോബിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ചാണ് ഇവിടെ പോകുന്നത്. ആൻഡ് ബിക്കം ഗുഡ് കമ്പാനിയൻസ്, അത് നല്ല ഫ്രണ്ട്സ് ആവുന്നുണ്ട്. ഓൺ ദെയർ വേ ടു വിസിറ്റ് ദ ഷ്രൈൻ. സോ സെൻറ്റ് തോമസ് ബെക്കറ്റിൻ്റെ വിഗ്രഹം സന്ദർശിക്കാനാണ് അവർ പോകുന്നത്. സോ ഈ രണ്ട് കീ തീംസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇൻഫ്ലുവൻസ് ഓഫ് റിലീജിയനും കമ്പാനിയൻഷിപ്പും, ഇത് രണ്ടും പഠിക്കുക കേട്ടോ. പിന്നെ ഡിസ്കഷനിൽ ഇവിടെ സർ ജെഫ്രി ചോസറിനെ നമ്മൾ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയും, ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി. മേജർ വർക്ക്സ് ഏതൊക്കെയാണ്? ദ ബുക്ക് ഓഫ് ഡച്ചസ്, ബ്ലാഞ്ച് ഓഫ് ലാങ്കസ്റ്റർ, ദ ഹൗസ് ഓഫ് ഫെയിം, ദ ലെജൻഡ് ഓഫ് ഗുഡ് വുമൺ, പാർലമെൻറ്റ് ഓഫ് ഫൗൾസ്, ട്രോളീസ് ആൻഡ് ക്രിസീഡ, കാൻറ്റംബറി ടെയിൽസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ഇനി ഇതിൻ്റെ സമ്മറി നോക്കുമ്പോൾ ഒരു ഏപ്രിലാണ് ഇത് നടക്കുന്നത്. ഏപ്രിലിനെ സ്വീറ്റസ്റ്റ് ഷവേഴ്സ് എന്ന് പറയാണ് ആ ഒരു മാസത്ത്. കാരണം മാർച്ചിലെ വേനൽക്കാലമൊക്കെ കഴിഞ്ഞ് ഏപ്രിലിൽ മഴ പെയ്യും. സോ ഏപ്രിൽ ഈസ് നോൺ ആസ് സ്വീറ്റസ്റ്റ് മന്ത് എന്നാണ് ഇതിൽ വിളിക്കുന്നത്. അങ്ങനെ ആ ഒരു സമയത്താണ് അവിടെ ഫ്ലവേഴ്സ് ബ്ലൂം ചെയ്യുന്നുണ്ട്. ദ വെസ്റ്റ് വിൻഡ് ആയിട്ടുള്ള സെഫിയറസ് ഉണ്ട്, വിച്ച് ഇസ് സ്വീറ്റ് ബ്രെത്ത് ഹാസ് റൗസ്ഡ്. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് സൺ. അപ്പോൾ ആ ഒരു ഇതൊക്കെ ആ ഒരു സീസണിൻ്റെ പ്രത്യേകതയാണ് ഫസ്റ്റ് ഇതിൽ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ദെൻ പീപ്പിൾ വിഷ് ടു ഗോ. ഈ ഒരു കാലഘട്ടത്തിലാണ് ആളുകൾ തീർത്ഥയാത്രയൊക്കെ പോകാൻ ആഗ്രഹിക്കുക. പ്രത്യേകിച്ചും ഈ പുണ്യാളന്മാരൊക്കെ ഉണ്ടല്ലോ, സെയിൻറ്റുകളൊക്കെ കാണാനായിട്ട്. ഷ്രൈൻ ഓഫ് ഹോളി ബ്ലിസ്ഫുൾ മാർട്ടിയർ സെയിൻറ്റ് തോമസ് ബെക്കറ്റിനെ കാണാൻ ഇവർ കാൻറ്റംബറിയിലേക്ക് പോവുകയാണ്. സെയിൻറ്റ് തോമസ് ബെക്കറ്റ് എൻ്റെ പ്രത്യേകത എന്താ? ആൾ അസുഖങ്ങൾ മാറാനൊക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് വേണ്ടി അപ്പോൾ ആൾ ചെന്ന് ആളുടെ ആ ഒരു ഷ്രൈൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം മാറുമെന്നാണ് വിശ്വാസം. ആസ് ഐ ലേ ഇൻ ബെഡ് ദ ടബാഡ് അദ്ദ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ യാത്ര പോയിട്ട് ഒരു ടബാഡ് ഇന്നിൽ, ടബാഡ് ഇന്ന് പറഞ്ഞാൽ സത്രത്തിൽ, ആ ഇന്നിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതെവിടെയാണ്? സൗത്ത് വാർക്കിലാണ്. അപ്പോൾ അവരുടെ ഉള്ളിൽ മുഴുവൻ ദൈവികമായ വിശ്വാസങ്ങളും കാര്യങ്ങളാണ്. കാരണം അവർ പിൽഗ്രിമേജിന് സെറ്റായിട്ടാണ് പോകുന്നത്. എത്ര പേരുണ്ടെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. 29 പീപ്പിൾ, 29 പീപ്പിളാണ് കേട്ടോ. പല സ്ട്രൈൻസ് ഓഫ് ലൈഫിൽ നിന്നുള്ള ആളുകളാണ്. രാത്രി അവിടെ ഒത്തൊരുമിച്ച് കൂടുകയാണ്. ദേ വർ ഓൾ പിൽഗ്രിംസ് റൈഡിങ് ടു. ഇവരെല്ലാവരും കാൻറ്റംബറിയിലേക്കുള്ളതാണ്. അവിടെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിഫോർ നൈറ്റ് ഐ സ്പോക്ക് ടു ഈച്ച് ഓഫ് ദം. എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് ഇവിടെ. ജെഫ്രി ചോസർ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കമ്പനി കൂടുന്നു. വേക്കപ്പ് ഏർലി, അങ്ങനെ രാവിലെ നേരത്തെ എണീറ്റ് പോകാം എന്ന് പറയാണ്. 857 ലൈൻസാണ് ഈ കാൻറ്റംബറി ടെയിൽസിൻ്റെ ജനറൽ പ്രോലോഗിലുള്ളത്. 857 ലൈൻസ്. എത്രയാണ്? 857 ലൈൻസാണ്. വേർഡ് മീനിങ്സ് വായിച്ചു നോക്കുക. പിന്നെ അനാലിസിസ് നോക്കുമ്പോൾ ഈ ഒരു പ്രൊലോഗും ബിഗിൻ ചെയ്യുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു മൂഡിലാണ്. ഏപ്രിലിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് സ്പ്രിംഗ് സീസണെ. വെസ്റ്റ് വിൻഡ് വരുന്നുണ്ട്. സീസൺ കമ്പൽസ് നാച്ചുറൽ വേൾഡ് ടു ഗ്ലോ ആണ്. ബേർഡ്സ് പാട്ട് പാടുന്നുണ്ട്. മെൻ എന്ത് ചെയ്യുന്നു? വിസിറ്റ് പിൽഗ്രിമേജ്. പീപ്പിൾ സ്ട്രേഞ്ച് ലാൻഡിലേക്ക് വിസിറ്റ് ചെയ്യും. പ്രത്യേകിച്ചും ഷ്രൈൻസ്, സെയിൻസിൻ്റെ ഒക്കെ. ഓൾ പാർട്സ് ഓഫ് ഇംഗ്ലണ്ട്. പ്രത്യേകിച്ച് എല്ലാവരും എങ്ങോട്ടാണ് പോകുന്നത്? സെയിൻറ്റ് തോമസ് ബെക്കറ്റിനെ കാൻറ്റംബറിയിലേക്കാണ്. സെൻറ്റ് തോമസ് ബെക്കറ്റ് ആർച്ച് ബിഷപ്പായിരുന്നു കാൻറ്റംബറിയിലെ. 1162 to 1170 വരെ. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണ് കിങ് ഹെൻറി ടുവിൻ്റെ ആളുകൾ. കാൻറ്റംബറിയിൽ കത്തീഡ്രലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത്. റീസൺ എന്തായിരുന്നു? ബിഹൈൻഡ് ദ മർഡർ ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു, വഴക്കായിരുന്നു ബിറ്റ്വീൻ ഹിം ആൻഡ് കിങ്. ഈ സെൻറ്റ് തോമസ് ബെക്കറ്റും രാജാവും തമ്മിലുള്ള, പ്രത്യേകിച്ചും പ്രിവിലേജസിനെ കുറിച്ചിട്ടും പള്ളിയുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെയുള്ള വാക്തർക്കത്തിലാണ് അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത്. 1772 അദ്ദേഹത്തെ പുണ്യാളനായിട്ട് കാനനൈസ് ചെയ്തു അന്നത്തെ പോപ്പായിട്ടുള്ള അലക്സാണ്ടർ III. അങ്ങനെ അന്നൊരു വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഷ്രൈന്, ശവകുടീരം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് പല അസുഖങ്ങളിൽ നിന്നും മോചനം കിട്ടും എന്നുള്ള ഒരു വിശ്വാസം കേട്ടോ. ദെൻ സെക്കൻഡ് സ്റ്റാൻസ നമുക്കൊരു ബീഫ് ഡിസ്ക്രിപ്ഷൻ ഇന്നിനെ കുറിച്ചാണ് നൽകുന്നത്. ടബാഡ് ഇന്നാണ്, സൗത്ത് വാർക്കിൽ, ലണ്ടനിൽ.
എത്ര ആളുകളുണ്ടായിരുന്നു? 29 പീപ്പിൾ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അവരെല്ലാവരും പിൽഗ്രിമേജ് പോകുന്നത് ആരെ കാണാനാണ്? ഷ്രൈൻ ഓഫ് സെൻറ്റ് തോമസ് ബേക്കറ്റ് ആണ്. അവർ പല പല ക്ലാസ്സസ് ഓഫ് സൊസൈറ്റിയിൽ നിന്നുള്ള ആളുകളായിരുന്നു. എങ്ങനെയായിരുന്നു? മെനി റൂംസ്, ടാബിൾസ് ഉണ്ടായിരുന്നു. വെൽ എക്യുപ്ഡ് ആയിരുന്നു. എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും സ്ഥലം കിട്ടി. അങ്ങനെ അവർ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ നെക്സ്റ്റ് മോർണിംഗിൽ ജേർണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഈ പോം എഴുതിയിട്ടുള്ളത് മിഡിൽ ഇംഗ്ലീഷിലാണെന്ന് വിചാരിക്കുക. അത് അന്നത്തെ ഫോം ഓഫ് ഇംഗ്ലീഷ് യൂസ്ഡ് ഇൻ 12th century to 15th century ഇംഗ്ലണ്ടിൽ. ഈ ലൈൻസ് ഈ ഒരു സന്ദർഭത്തിനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഈ ലൈൻസ് അല്ലെങ്കിൽ പോയത്തിൻ്റെ സെറ്റിങ്ങിൽ. ജനറൽ ടോൺ ഓഫ് ഓൾ പോവം ഒരു സെറ്റാറിക്, ഒരു പരിഹാസ രൂപേണയ്ക്കാണ്, വിമർശനമാണ്, ഐറണിക്കാണ്. പക്ഷേ ഈ ഒരു സെക്ഷനിൽ അത്രയും എന്താ പറയുക, വിമർശനമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു പോവം എഴുതിയിട്ടുള്ളത് ആംബിക് പെൻറ്റാമീറ്റർ ലൈനിലാണ്. എന്താ ആംബിക് പെൻറ്റാമീറ്റർ ലൈൻ എന്ന് പറഞ്ഞാൽ അതൊരു വേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് 5 മെട്രിക്കൽ ഫീറ്റ് ഇതിൽ കാണാൻ പറ്റും. 1 അൺസ്ട്രെസ്ഡ് സിലബിൾ, പിന്നെ ഒരു സ്ട്രെസ്ഡ് സിലബിൾ, അങ്ങനെ 1 അൺസ്ട്രെസ്ഡ് പിന്നെ സ്ട്രെസ്ഡ്, അങ്ങനെ. ചോസർ ഒരുപാട് സിമ്പിൾസ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് കവിതയിൽ. മന്ത് ഓഫ് ഏപ്രിൽ എന്തിൻ്റെ സിമ്പിളാണ്? റിൻജുവറേഷൻ ആൻഡ് റീബർത്ത്, പുനർജന്മം, സന്തോഷത്തിൻ്റെയൊക്കെ സിമ്പിളായിട്ടാണ് ഇവിടെ ഏപ്രിലിനെ കാണുന്നത്. സോ റീക്യാപ്പ് വായിക്കുക. മന്ത് ഓഫ് ഏപ്രിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ. ദെൻ അടുത്തൊരു പോവം എന്ന് പറഞ്ഞാൽ എപ്പിത്താലാമിയോൺ എന്ന് പറഞ്ഞ പോവമാണ്. അത് എഡ്മണ്ട് സ്പെൻസറിൻ്റെ ആണെന്ന് മനസ്സിലാക്കുക. അതൊരു മാരേജ് പോവാണ് കേട്ടോ. സോ കീ ടേം മാരേജ് ആണ്. ഇവിടെ എന്തിനെ എഴുതിയിട്ടുള്ളതാണ്? എഡ്മണ്ട് സ്പെൻസറിൻ്റെ വിവാഹം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സ്പെൻസർ ആൻഡ് എലിസബത്ത് ബോയിൽ കേട്ടോ. എഡോറേഷൻ ഓഫ് ബ്രൈഡ്, തൻ്റെ വധുവിനെ വർണ്ണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രൈസ് ചെയ്യുന്നത്, അവരുടെ ഫിസിക്കൽ ബ്യൂട്ടിയും അതേപോലെ തന്നെ മനസ്സിൻ്റെ ഉള്ളിലെ സൗന്ദര്യവും ഇതിൽ പറയുന്നുണ്ട്. മിത്തോളജി, നമുക്ക് ക്രിസ്ത്യൻസിൻ്റെ പല പല വിശ്വാസങ്ങളും മിത്തോളജിയൊക്കെ ഇതിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എഡ്മണ്ട് സ്പെൻസർ റിനൈസൻസ് പോയിറ്റാണ്. സ്പെൻസറിയൻ സ്റ്റോണറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സ്പെൻസറിയൻ ഓഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇമ്പോർട്ടൻറ്റ് വർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഷെപ്പേർഡ് കലണ്ടർ, ഫെയറി ക്വീനാണ്. ഇതിൻ്റെ സമ്മറി എന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു വെഡ്ഡിങ് ഡേ പോയമാണ്. പോയം ബിഗിൻസ് വിത്ത് ഇൻവൊക്കേഷൻ ഓഫ് മ്യൂസസ്, ദേവതകളെ വിളിക്കുന്നുണ്ട്. പറയുന്നുണ്ട് ഒരു വെഡ്ഡിങ് സോങ് ക്രിയേറ്റ് ചെയ്യാൻ എന്നെ സഹായിക്കൂ എന്ന് പറയുന്നുണ്ട്. മ്യൂസസിനോട് ഇൻസ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പ്രൈസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ലവ് ഓഫ് ഹിസ് ലൈഫ്, വധുവിനെ കുറിച്ചിട്ട്. പിന്നെ അവൾ ആൻഡ് ഹെൽപ്പ് ഹിം പ്രിപ്പയർ ഫോർ ഹിസ് വെഡ്ഡിങ്. ഹി റിക്വസ്റ്റ് ദ മ്യൂസസ് ടു വേക്ക് അപ്പ്, നിങ്ങൾ ഉണരൂ, എന്നിലുള്ള ലവിനെ ഉണർത്തു. ലിലീസ്, റോസസ് ആൻഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ് കൊണ്ടുവരൂ. ടു അറേഞ്ച് ഹെർ റൂം ആൻഡ് ഹെർ പാത്ത് ബിഫോർ ഷീ വേക്സ് അപ്പ്, അവൾ എഴുന്നേൽക്കുമ്പോഴേക്കും അവളുടെ വഴിയിൽ മുഴുവൻ അത് വിതറട്ടെ എന്ന് പറയുന്നുണ്ട്. നിംഫുകളെ ക്ഷണിക്കുന്നുണ്ട്. ഹു ആർ ദ കെയർടേക്കേഴ്സ് ഓഫ് ദ ബ്യൂട്ടി ഓഫ് നാച്ചുറൽ വേൾഡ് എന്ന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അത് വരുന്നത് വായിക്കാം കേട്ടോ. എപ്പിത്താലാമിയോൺ എന്ന് പറഞ്ഞ പോയത്തിൽ 433 ലൈൻസ് ആണ്. 24 സ്റ്റാൻസ് ആണ് ഇതുണ്ട്. 24 hours ഓഫ് ദ ഡേ, ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണ് അതിൽ വർണ്ണിക്കുന്നത്. ദ പോയറ്റ് ദെൻ മൂവ്സ് ടു സ്പീക്ക് ടു ദ ബ്രൈഡ്, ബ്രൈഡിനെ കുറിച്ച് പറയുകയാണ്. ബ്രൈഡിനോട് നേരിട്ട് സംസാരിക്കാൻ പോവുകയാണ്. അവളോട് പറയുകയാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഹി ടെൽസ് ഹെർ ദ നേച്ചർ, പ്രകൃതി നിനക്കായി പാട്ട് പാടുന്നു. സോ വെഡ്ഡിങ് ഡേയിൽ നിന്നെ കാണാൻ ആഗ്രഹം, നീ എഴുന്നേൽക്കൂ എന്ന് പറയുകയാണ്. സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ആയിട്ടുള്ള നേച്ചറിനോട് വേക്കപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. റെഡി ഫോർ ദെയർ വെഡ്ഡിങ്. ഫാദർ ഓഫ് മ്യൂസസിനെ കാണാൻ പറ്റും. ഫോബിയസ് അപ്പോളോ ആൻഡ് ഹാസ്ക് ഹിം ടു ഗ്രാൻഡ് ഹിസ് ബ്ലെസ്സിങ്. സോ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് കാണാൻ പറ്റും. ദ ബ്രൈഡ് ഹാസ് ഫൈനലി, അങ്ങനെ ബ്രൈഡ് വധു എഴുന്നേൽക്കുന്നു. ഡോട്ടേഴ്സ് ഓഫ് ഡിലൈറ്റ്, സന്തോഷത്തിൻ്റെ മക്കളെ വിളിക്കുന്നു. നിംഫിനെ അവേഴ്സ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് ആസ് വെൽ ആസ് സീസൺസ് ടു അറ്റൻഡ് ടു ദ ബ്രൈഡ്, എല്ലാവരും എൻ്റെ വധുവിനൊപ്പം ചേരൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും വധുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം, കാണിക്കാനാണത് എലിസബത്ത് ബോയിലിനെ കേട്ടോ. The poet that begins to describe the bridal procession and the beauty of the bride, he says that the procession is pompous amends which must singing and dancing. The bride appears, അവളുടെ കണ്ണുകൾ എങ്ങനെയാണ്? ബ്രൈറ്റ് ലൈക്ക് സൺ, വെൽ ഡ്രസ്ഡ് ഇൻ വൈറ്റ്, ലുക്കിംഗ് മോർ ദാൻ ഏഞ്ചൽ, ഒരു ഏഞ്ചലിൻ്റെ പോലെയാണ് തോന്നുന്നത്, സ്ത്രീനെ പോലെയല്ല എന്ന് പറയാണ്. ഓഫ് ഹെർ അഡ്മിനിസ്ട്രേറ്റീവ് ബ്യൂട്ടിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. അവളെ വർണ്ണിക്കുന്നത് തന്നെയാണ്. എല്ലാ ലൈൻസും വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ലിറ്റററി ഡിവൈസസ് ഇമ്പോർട്ടൻ്റ് ആണ്. റിഫ്രെയിൻ കാണാൻ പറ്റും, എലൂഷൻ കാണാൻ പറ്റും, മെറ്റഫർ കാണാൻ പറ്റും. എന്താ റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ? എ ഷോർട്ട് പാർട്ട് ഓഫ് പോം ദാറ്റ് ഈസ് ഓഫൺ റിപ്പീറ്റഡ് ത്രൂ ഔട്ട് ദ പോം, പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് തന്നെയാണ് റിഫ്രെയിൻ എന്ന് പറയാം. എലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റെഫറൻസ് ആണ് നമുക്ക്. സോ ക്രിസ്ത്യൻസിനുമായി ബന്ധപ്പെട്ട ഗോഡസ്, സിന്ധിയനൊക്കെ കുറിച്ച് പല പല ഇതിൽ റെഫർ ചെയ്യുന്നുണ്ട്, ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ ഡയറക്റ്റ് ആവില്ല, ഇൻഡയറക്റ്റ് റെഫറൻസിനെയാണ് എലൂഷൻ എന്ന് പറയാം കേട്ടോ.
മെറ്റഫർ കാണാൻ പറ്റും. വിച്ച് എ വേർഡ് ഓഫ് ഫ്രേസ് അപ്ലൈഡ്, ഇത് ഇന്നത് തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് മെറ്റഫറാണ്. ബ്രൈഡ് ബ്യൂട്ടിക്ക് ഒരുപാട് മെറ്റഫേഴ്സ് ഉണ്ട് ഇവിടെ. ഐസ് ആൻഡ് ഫോർഹെഡ് ഓഫ് ദ ബ്രൈഡ്, അവളുടെ കണ്ണും നെറ്റിത്തടവും സാപ്പിയേഴ്സ് ഐവറിയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഹെർ ലിപ്സ് ചെറി പോലെയാണെന്ന് പോലെ എന്നല്ല പറയുന്നത്, ചെറി തന്നെയാണെന്നാണ് പറയുന്നത് മെറ്റഫർ. നെക്ക് എന്താണ്, ഐവറി ടവർ ആണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ മെറ്റഫറാണ് കേട്ടോ. ഇനി അനാലിസിസ് നോക്കുമ്പോൾ എപ്പിത്താലാമിയൺ എന്ന് പറഞ്ഞ ഓടാണ്. ഓടെന്ന് പറഞ്ഞാൽ എന്താ, ആരെങ്കിലും പുകഴ്ത്താനുള്ള ഒരു കവിതേനെയാണ് ഓടെന്ന് പറയുക. സോ ഇവിടെ ആരെ പുകഴ്ത്തുന്ന, അദ്ദേഹത്തിൻ്റെ വധുവായിട്ടുള്ള എലിസബത്ത് ബോയിലിനെയാണ്. സോ ഇതൊരു ഓടാണ്, എഡ്മണ്ട് സ്പെൻസർ എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ മാരേജ് തന്നെ സെലിബ്രേറ്റ് ചെയ്യാനാണ് എലിസബത്ത് ബോയിലുമായിട്ട്. എപ്പിത്താലാമിയോൻ്റെ അർത്ഥം എന്താണ്, മാരേജ് ഹൈം എന്നാണ്, അല്ലെങ്കിൽ വെഡ്ഡിങ് സോങ് എന്നാണ്. ഇതൊരു ക്ലാസിക്കൽ ട്രഡീഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മ്യൂസസിനെ വിളിക്കുന്നുണ്ട്. ബ്രൈഡ് ഉറങ്ങുകയാണ് കവിത തുടങ്ങുമ്പോൾ. ബിഗിനിങ് സ്റ്റാൻസയിൽ വേക്കിംഗ് അപ്പ് ഓഫ് ദ ബ്രൈഡാണ് നടക്കുന്നത്. അവൾ സ്വപ്നം കാണുകയാണ്. ലേറ്റർ അവൾ എഴുന്നേൽക്കുന്നു. ഗെറ്റ്സ് റെഡി ഫോർ വെഡ്ഡിങ്ങിനായിട്ട് തയ്യാറായിരിക്കുന്നു. അപ്പോൾ പോയിറ്റ് അഡ്രസ്സിങ് ദ ഗോഡ്സ് ആഡ് വെൽ ആസ് സൂപ്പർ നാച്ചുറൽ ബീയിങ്, നിങ്ങൾ എൻ്റെ വധുവിനോടൊപ്പം അവളെ തയ്യാറാക്കാൻ അവളെ കൂടെ നിൽക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ആ പോയിറ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന ഗ്രീക്ക് ഗോഡ്സിനോടും മറ്റ് സൂപ്പർ നാച്ചുറൽ ബീയിങ്സിനോടും അവളെ അൾത്താറിലേക്ക് ആനയിക്കാൻ സഹായിക്കൂ എന്ന് പറയുകയാണ്. സ്പെൻസർ മൂവ് ഓൺസ് ടു യൂസ് ക്രിസ്ത്യൻ ഇലൂഷൻസ് പലതും ഉപയോഗിക്കുന്നുണ്ട്. ഗ്രീക്കിന് പകരം ക്രിസ്ത്യൻ റെഫറൻസസ് നമുക്ക് കാണാൻ പറ്റും. ക്രിസ്ത്യൻ വെഡ്ഡിങ് സെറിമണി ബിക്കം ഫേംലി നമുക്കിതിൽ കാണാൻ പറ്റും. ആഫ്റ്റർ വെഡ്ഡിങ് സെറിമണിക്ക് ശേഷം ഗോഡ് ഹാഡ് ടേക്കൺ ഹൗസ് ഓഫ് ദ ഗ്രൂം, ദൈവങ്ങളെല്ലാവരും കൂടെ അവളെ വരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ജോയറ്റ് ഫെസ്റ്റീവ് മൂഡാണ് നമുക്ക് കാണാൻ പറ്റുക ഒരു ഡേയിൽ. ബ്രൈഡ് വിഷസ്, സോ ബ്രൈഡ് ആഗ്രഹിക്കുന്നത് എന്താണ്, ഫോർ നൈറ്റ് ടു കം, രാത്രി വരാൻ. സോ ദാറ്റ് ദേ മൈറ്റ് ബി ലെഫ്റ്റ് അലോൺ ഫോർ ദെയർ വെഡ്ഡിങ് നൈറ്റ്, അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാം. ഫൈനലി ദ നൈറ്റ് അറൈവ്സ്, രാത്രി വന്നു. ആൻഡ് പോയിറ്റ് പ്രേസ് ഫോർ ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് ഫോർ വെൽ ബീയിങ് ഓഫ് ദ, വിവാഹം നല്ല രീതിയിൽ പോകാൻ എല്ലാ ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പോയിട്ട് ആഗ്രഹിക്കുകയാണ്. മേജർ തീംസ് എന്താണ്, മാരേജ് ബിറ്റ്വീൻ എഡ്മണ്ട് സ്പെൻസർ ആൻഡ് ബ്രൈഡ് എലിസബത്ത് ബോയിൽ. പിന്നെ അവരുടെ സൗന്ദര്യത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട് ബ്രൈഡിൻ്റെ, എലിസബത്ത് ബോയിലിൻ്റെ. ദെൻ ക്രിസ്ത്യൻ ആൻഡ് പാഗൻ മിത്തോളജി, ഇതൊക്കെ തീമായിട്ട് കാണാം. പോം എന്ന് പറഞ്ഞ ഒരു ഓർണമെൻ്റൽ ഗിഫ്റ്റാണ് ഫ്രം സ്പെൻസർ, ഒരു ആഭരണം പോലെയുള്ള ഒരു സമ്മാനമാണ് സ്പെൻസറിൻ്റെ ഭാഗത്തു നിന്ന് ബ്രൈഡായിട്ടുള്ള എലിസബത്ത് ബോയിലിന്. ഇത് ഫ്ലവറി ലാംഗ്വേജിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏതൊക്കെ ലിറ്റററി ഡിവൈസ് കാണാം, എലൂഷൻ, കൺവെൻഷണൽ മോട്ടീവ്സ് കാണാം, ഒരുപാട് സിംബൽസും ഇമാജറി, അത് എന്തുമായി ബന്ധപ്പെട്ട്, ക്രിസ്ത്യനും ഗ്രീക്ക് മിത്തോളജിയുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. 24 സ്റ്റാൻസി, ഓരോ സ്റ്റാൻസ് റീഫ്രെയിനൊക്കെ കാണാൻ പറ്റും. സിറ്റിംഗ് ഓൺ പോയം സിമിലാരിറ്റീസ് വിത്ത് ഐറിഷ് കൺട്രി സൈഡാണ്. വെഡ്ഡിങ് സെറിമണി അവിടെ നടന്നു, ആരുടെ, എഡ്മണ്ട് സ്പെൻസറിൻ്റെ വെഡ്ഡിങ് സെറിമണി അവിടെ തന്നെ കണ്ടക്ട് ചെയ്തതെന്ന് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡീപ്പ് ലവ് ഫോർ അയർലാൻഡ് നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റും. കാരണം അയർലാൻഡ് നാച്ചുറലായിട്ടുള്ള സെറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. റീക്യാപ്പ് വായിക്കുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിക്കുക കേട്ടോ, ഇമ്പോർട്ടൻറ്റ്. ഇനി ടു ബി ഓർ നോട്ട് ടു ബി, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 3ഉം 4ഉം ആണ്. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. അപ്പോൾ ഓൾറെഡി യൂണിറ്റ് 2 ബാരിയേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3ഉം 4ഉം നോക്കാൻ പോകണം കേട്ടോ. അപ്പോൾ യൂണിറ്റ് 3 നമുക്ക് വരുന്ന 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. 4 സ്കില്ലുകൾ നമ്മൾ പഠിച്ചിട്ട് LSRW, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്, അതാണ്. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ റിട്ടൺ മോഡിലും സ്പോക്കൺ ഫോമിലും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സ്കിൽസുകളെ കുറിച്ചിട്ട് ഡിസ്കഷൻ സെക്ഷൻ ഉണ്ട്, ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി, ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 4 സ്കിൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഈ ചിത്രം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ്. അപ്പോൾ LSRW എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഫസ്റ്റ് വൺ ആണ് ലിസണിങ് എന്ന് പറയുന്നത്. എന്താണ് ലിസണിങ്ങും ഹിയറിങ്ങും തമ്മിലുള്ള വ്യത്യാസം, ഒരു ഡിസ്റ്റിങ്ഷൻ തന്നിട്ടുണ്ട്. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ കാഷ്വൽ ആക്ടിവിറ്റിയാണ്. ഇതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ശബ്ദവും കാര്യങ്ങളൊക്കെ എന്നും കേൾക്കുന്നുണ്ട്, അതൊക്കെ ഹിയറിംഗ് ആണ്. ഇപ്പോൾ കാക്കയുടെ ശബ്ദം, നെയ്ബേഴ്സിൻ്റെ ശബ്ദം, ഫിഷ്, മീൻ വിൽക്കുന്നവരുടെ ശബ്ദം, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കൊന്നുമില്ല അല്ലേ. പക്ഷേ ലിസണിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ലിസണിങ് ഹവർ ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് നീഡ്സ് ഓഫ് കോൺഷ്യസ് എഫേർട്ട്. നമ്മളത് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിസണിങ് ആൻഡ് ഹിയറിങ്, ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക കേട്ടോ. ആ ഒരു ഭാഗം നല്ലപോലെ പഠിക്കുക.
ആക്റ്റീവ് ലിസണിങ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിക്കുക. അവിടെ അതൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കേണ്ട കാര്യമുള്ളൂ, ഒന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ അല്ല. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഹിയറിങ് ആൻഡ് ലിസണിങ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗ ലെറ്റ് us see what factors affect ആക്റ്റീവ് ലിസണിങ്. ആക്റ്റീവ് ലിസണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 1 2 അങ്ങനെയുണ്ട്. ദ ലിസണർ ഷുഡ് ബി ഇൻട്രസ്റ്റഡ്. ആദ്യം താല്പര്യം ഉണ്ടാവണം ലിസണർക്ക്, എന്നാലാണ് ലിസൺ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ താല്പര്യം ഉണ്ടെങ്കിലാണ് കേട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലിസണർ ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ കോൺവെർസേഷൻ. ഇൻട്രസ്റ്റ് വേണം. ടോപ്പിക്ക് ലിസണർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരിക്കണം. വെർബൽ കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല വാക്കുകൾ ഉപയോഗിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അതിനെ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾ കാണാതെ പഠിക്കണം. ഫാക്ടേഴ്സ് എഫക്റ്റ് ആക്റ്റീവ് ലിസണിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്നാമത്തെ എന്താണ്, ഇൻകംപ്ലീറ്റ് അട്രൻസസ് ഇമ്പാക്റ്റ് എബിലിറ്റി ഓഫ് ലിസണർ ടു ഫോളോ ആൻ ആർഗ്യുമെൻറ്റ്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള hesitation and pauses in between the sentences can also impact quality of listening. Listener's ability to overcome the distraction determines the amount of time that he or she actively listen. അപ്പോൾ എന്തൊക്കെയാണ് ടോപ്പിക് എന്താണ്, ഫാക്ടേഴ്സ് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആക്റ്റീവ് ലിസണിങ്ങിനെ ബാധിക്കുന്നത്. അപ്പോൾ ആ ഫാക്ടേഴ്സുകൾ പഠിക്കുക കേട്ടോ. ആ ഒരു സെക്ഷൻ പഠിക്കുക. ഇനി എന്താണ് സ്പീക്കിംഗ് എന്ന് പറയണത്. സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് തന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ആ ഒരു സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 4 മെയിൻ കാറ്റഗറീസ്. ഏതൊക്കെയാണ്, ഇൻഫോർമേറ്റീവ്, ഇൻസ്ട്രക്റ്റീവ്, പെർസ്വേസീവ് ആൻഡ് ഇൻ്റഗ്രേറ്റീവ്. ഇവിടെ ക്ലാസിഫിക്കേഷൻ തന്നിട്ട് എന്താണ് ഇൻഫോർമേറ്റീവ് എന്താണ്, ഇൻട്രൊഡ്യൂസിങ് വൺ സെൽഫ്. ഒരു ഇൻഫോർമേറ്റീവിന് എക്സാമ്പിൾസ്, ഇൻസ്ട്രക്റ്റീവിന് എക്സാമ്പിൾസ്. അപ്പോൾ അത് രണ്ടും നോക്കി പോകാം കേട്ടോ. ദെൻ പെർസ്വേസീവ്, ഇൻ്റഗ്രേറ്റീവ്. അപ്പോൾ നോക്കാം എന്താണ് ഇൻഫോർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ എന്തെങ്കിലും അറിവ് നൽകുന്നതായിരിക്കണം അല്ലേ. ആ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തുന്നതാവാം, വ്യക്തിപരമായ ഇൻഫോർമേഷൻ കൺവേ ചെയ്യുന്നതാവാം, ഇവൻറ്റ്സ് മറ്റും റിപ്പോർട്ട് ചെയ്യുന്നതാവാം, അങ്ങനെ. ഇൻസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശമാണ് അല്ലേ. ഗിവിങ് ഇൻസ്ട്രക്ഷൻ ആവാം, ഗിവിങ് ഡയറക്ഷൻ ആവാം, എന്തെങ്കിലും കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാവാം, ഡിസ്ക്രൈബ് ചെയ്യുന്നതാവാം, കമാൻഡ് ഓർഡറോ ആവാം. പെർസ്വേസീവ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രേരിപ്പിക്കുക, പ്രേരണയാണ് അല്ലേ. അഡ്വർടൈസിങ് ആവാം, സെല്ലിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആവാം, റീസണിങ്, സജഷൻ, അതൊക്കെ ആവാം. ഇൻ്റഗ്രേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂട്ടി യോജിപ്പിക്കുന്ന രീതി. മേക്ക് എ റിക്വസ്റ്റ്, ഗ്രീറ്റിംഗ് പീപ്പിൾ, ഗിവിങ് അഡ്വൈസ്, മേക്കിംഗ് എൻക്വയറീസ്, എക്സ്പ്രസിങ് സിമ്പതി, കോംപ്ലിമെൻറ്റിങ്, അപ്രീഷിയേറ്റിംഗ്, എൻകറേജിങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലൈൻ നോക്കിയാൽ സ്പീക്കിംഗ് സ്കിൽ ഈസ് എ പ്രൈമറി സ്കിൽ വൺ നീഡ്സ് ടു എക്യുവർ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത ലൈൻ കഴിഞ്ഞ് പിന്നത്തെ ലൈൻ, ദ എബിലിറ്റി ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി ആൻഡ് കോൺഫിഡൻ്റ്ലി ഈസ് എ മേക്ക് ഇക്വാളിറ്റി. സംസാരിക്കാൻ അറിയുക എന്നുള്ള വലിയൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷന്. അങ്ങനെ സ്പീക്കിങ്ങിന് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതാണ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. അതൊക്കെ അറിയാം നിങ്ങൾക്ക് അല്ലേ. ഇവിടെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ ചിത്രത്തിൽ. സ്റ്റെപ്സ് ടു ഡെവലപ്പ് ഫോർ എഫക്റ്റീവ് സ്പീക്കിംഗ് സ്കില്ല്. സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, വികസിപ്പിക്കാൻ എന്തൊക്കെ സ്റ്റെപ്പാണ് വേണ്ടത്. ഒന്നാമത്തെ എന്താ, അണ്ടർസ്റ്റാൻഡ് ദ പർപ്പസ് ആൻഡ് നീഡ് ടു കമ്മ്യൂണിക്കേറ്റ്. സംസാരിക്കണതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ആവശ്യം ആദ്യം മനസ്സിലാക്കുക. ബിഗിൻ വെൽ, നല്ല രീതിയിൽ തുടങ്ങുക. വെൽ ബിഗിൻ ഈസ് ഹാഫ് ഡൺ, നല്ല രീതിയിൽ തുടങ്ങിയ പകുതി അവസാനിച്ചു എന്നാണ്. സ്വിച്ച് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ആസ് സ്യൂട്ടഡ് ടു ദ ഒക്കേഷൻ. സന്ദർഭത്തിന് അനുയോജ്യമായിട്ട് ഫോർമൽ കമ്മ്യൂണിക്കേഷന് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന് ഒരു മിക്സ് കൊണ്ടുവരിക. ബി സ്പോണ്ടേനിയസ്, ഉത്തരങ്ങൾ പെട്ടെന്ന് തന്നെ പറയുക. ലിസൺ, മറ്റുള്ളവരെ ശ്രദ്ധിക്കുക, അതുപോലെ പ്രതികരിക്കുക, റെസ്പോണ്ട് ചെയ്യുക ടു ഫീഡ്ബാക്ക്. ആൻഡ് കോൺവെർസേഷൻ നീറ്റ്ലി, നല്ല രീതിയിൽ സംഭാഷണം അവസാനിപ്പിക്കുക. വിത്ത് ഗ്രേസോട് കൂടെ ആ സ്റ്റെപ്പുകൾ പഠിക്കണം കേട്ടോ. ഇവിടെ കോൺവെർസേഷൻ ബിറ്റ്വീൻ 2 ഫ്രണ്ട്സ്, അതെന്താണ്, ഇൻഫോർമലാണ് അല്ലേ. എക്സാമ്പിൾ തന്നുണ്ട്. ദെൻ ഓഫീസ് കോൺവെർസേഷൻ. അപ്പോൾ നിങ്ങളത് നോക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഫോർമൽ ഇൻഫോർമലിൻ്റെ ഗ്രീറ്റിങ്ങുകൾ തന്നിട്ടുണ്ട്. ഫോർമൽ ആണെങ്കിൽ എങ്ങനെ ഗ്രീറ്റ് ചെയ്യും, ഇൻഫോർമൽ ആണെങ്കിൽ എങ്ങനെ ഗ്രീറ്റ് ചെയ്യും. ഫോർമൽ ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. പിന്നെ ഒരു കോൺവെർസേഷൻ എങ്ങനെ തുടങ്ങുക, ഫോർമൽ ഹൗ ഡു യു ഡു, ഹൗ ആർ യു, അങ്ങനെ ഹൗ ആർ യു. ദെൻ റെസ്പോൺസ് ആണെങ്കിൽ എങ്ങനെയാണ്, ഹൗ ഡു യു ഡു, ഫൈൻ, താങ്ക് യു. ഇനി ഇൻഫോർമൽ ആണെങ്കിൽ ഗ്രീറ്റിംഗ് എന്താ, ഹലോ, ഹി, ഹേ.
കോൺവെർസേഷൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് വാട്സപ്പ്, ഹൗ ഹാവ് യു ബീൻ, റെസ്പോൺസ് എന്താ നത്തിങ് മച്ച് ഗുഡ്, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ അപ്പോൾ അത് കാര്യങ്ങളൊക്കെ നോക്കുക. ഇനി ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ സെക്കൻഡ് പാരഗ്രാഫ് നോക്കിയത് ക്യാൻ ബി ഒക്കേഷൻസ് ഇൻ എവറി ഡേ കമ്മ്യൂണിക്കേഷൻ വേർ വി വുഡ് ഗ്രീറ്റ് സം ഓർ വിഷ് സം വൺ, സം ഫ്രേസസ് ആൻഡ് വേർഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഇക്വേഷൻ ദാറ്റ് ഗിവൺ ബിലോ ഫോളോഡ് ബൈ ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം അല്ലേ. കൺഗ്രാജുലേഷൻസ്, വെൽ ഡൺ, ഗുഡ് ലക്ക്, വെൽക്കം ടു അവർ ടീം, ഓൾ ദ ബെസ്റ്റ്. ഇനി എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക? വെൻ യു മീറ്റ് സം വൺ ന്യൂ, പുതിയത് ആരെങ്കിലും കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തണം. അപ്പോൾ ഏതൊക്കെ ഫ്രേസസ് ഉപയോഗിക്കുക? മൈ നെയിം ഈസ് ആൻഡ് ഐ ആം ഫ്രം, അങ്ങനെ. ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്, ഐ ആം, ഹി, ഐ ആം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഇനി കുറച്ച് യൂസ്ഫുൾ ഫ്രേസ് തന്നിട്ടുണ്ട്. ടു ഇൻട്രൊഡ്യൂസ് അതേഴ്സ് എങ്ങനെയാണ്? ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മാത്യു. മറ്റൊരാളെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്ത് ഇങ്ങനെയാണ് പരിചയപ്പെടുത്തുക. എങ്ങനെയാണ്? ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മാത്യു ഫ്രം ഇംഗ്ലണ്ട്. എനിക്ക് സന്തോഷമുണ്ട് മാത്യുവിനെ, ഇംഗ്ലണ്ടിൽ നിന്നുള്ള മാത്യുവിനെ പരിചയപ്പെടുത്തുന്നതിൽ. ഹിയർ ഈസ് മാത്യു ഫ്രം ഇംഗ്ലീഷ്, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ തന്നിട്ടുള്ള സാമ്പിൾ ഓഫ് മേക്കിംഗ് റിക്വസ്റ്റ് നടത്തുന്നതും അതിൻ്റെ റെസ്പോൺസും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കിയാൽ റിക്വസ്റ്റ്, ഡു യു മൈൻഡ് ഷട്ടിങ് ദ വിൻഡോ അടയ്ക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ എന്താണ്? ഷുവർ, റൈറ്റ് അവേ. ക്യാൻ യു ടേൺ ഓഫ് ദ ഫാൻ? ഷുവർ, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ചെയ്യാമെന്നുള്ള രീതിയിൽ. പ്ലീസ് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ ഫോൺസ് നൗ, അങ്ങനെയൊക്കെ കേട്ടോ റിക്വസ്റ്റുകളൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കാം. ദെൻ ഇവിടെ തന്നിട്ടുണ്ട് ഓൺ സർട്ടൺ ഒക്കേഷൻ വുഡ് ആസ്ക് അതേഴ്സ് ഫോർ ഹെൽപ്പ്. സഹായിക്കുമ്പോൾ എങ്ങനെയാണ്? പൊളൈറ്റായിട്ട് വേണം, റൂഡായിട്ട് പാടില്ല. അപ്പോൾ എന്താണ്? ഇൻഫോർമൽ കോൺവെർസേഷൻ, ഫ്രണ്ട്സ്, ഫാമിലി ആകുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം? ക്യാൻ യു കം വിത്ത് മീ പ്ലീസ്, പിന്നെ കുഡ് യു ഹെൽപ്പ് മീ ടു സോൾവ് ദ പ്രോബ്ലം, അങ്ങനെ. റിക്വസ്റ്റ് ആണെങ്കിൽ ഓക്സിലറി വെർബസ് ആയിട്ടുള്ള ഗുഡ്, ക്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഫോർമൽ കോൺവെർസേഷനിൽ നമ്മൾ വുഡ് യു മൈൻഡ് പ്ലസ് വെർബ് പ്ലസ് ING. ഫോർമൽ കോൺവെർസേഷനിൽ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? അടിയിൽ വരയ്ക്കുക വുഡ് യു മൈൻഡ് പ്ലസ് വെർബ് പ്ലസ് ING. എക്സാമ്പിൾ എന്താ? വുഡ് യു മൈൻഡ് ഷട്ടിങ് ദ വിൻഡോ, ഡു യു മൈൻഡ് ഷട്ടിങ് ദ വിൻഡോ, ഓക്കെ. അങ്ങനെ ഇവിടെ റിക്വസ്റ്റും റെസ്പോൺസും തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക കേട്ടോ. പിന്നെ സം എക്സാമ്പിൾസ് ഓഫ് ഡിക്ലൈൻ റിക്വസ്റ്റ്, അതായത് അപേക്ഷ നിരസിക്കുന്ന എക്സാമ്പിൾസ് ആണ്. ഐ എം സോറി, ഐ കാൺട്ട് ബിക്കോസ്, ഐ എം എഫ്രൈഡ്, ഐ കാൺട്ട് ബിക്കോസ്, ഐ വിഷ് ഐ കുഡ് ബി ഓഫ് സം ഹെൽപ്പ്. അതൊക്കെ നോക്കുക. റിക്വസ്റ്റിന് കുറച്ച് ഹെൽപ്ഫുൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അടുത്തത് എക്സാമ്പിൾസ് ഓഫ് മേക്കിംഗ് റിക്വസ്റ്റ്, എങ്ങനെ നല്ല രീതിയിൽ റിക്വസ്റ്റ് ഉണ്ടാക്കാം. രണ്ടെണ്ണം തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഐ വോണ്ട് ടു മേക്ക് എ വെരി അർജൻറ്റ് കോൾ, കുഡ് ഐ യൂസ് യുവർ മൊബൈൽ ഫോൺ. ഇനി അടുത്തെന്താ? ക്യാൻ ഐ ബോറോ യുവർ മൊബൈൽ ഫോൺ, ഐ വോണ്ട് ടു കോൾ മൈ പാരൻസ്. അടുത്ത റീഡിംഗ് ആണ്. റീഡിംഗ് ഈസ് എ പാർട്ട് ഓഫ് എവറി ലൈഫ്. നമ്മൾ ന്യൂസ് പേപ്പർ, അഡ്വർടൈസ്, ചാർട്ട്സ്, ലെറ്റേഴ്സൊക്കെ നമ്മൾ വായിക്കും. അപ്പോൾ ഒരു സ്റ്റോപ്പിംഗ് മൈ വുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് തന്നിട്ടുണ്ട് കേട്ടോ അവിടെ. അത് വായിച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതൊരു പോവാണ്. അതിൽ നിന്ന് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി റീഡിംഗ് പ്രോസ്, ഒരു പ്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. മെത്തേഡ് ഓഫ് റീഡിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ എന്താ? റീഡിങ് ഈസ് കൺസിഡർഡ് ആസ് എ ഇമ്പോർട്ടൻറ്റ് സ്കിൽ തന്നെയാണ് ലാംഗ്വേജ് ലേണിങ്ങിൽ അല്ലേ. ആ പേഴ്സൺ ഷുഡ് ബി വായിക്കാൻ അറിയണം. ഡീകോഡ് ചെയ്യുമ്പോൾ വായിക്കുമ്പോൾ എന്താ നടക്കുന്നത്? ഡീകോഡ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ ഡാറ്റ ഓഫ് റീഡിങ് മെറ്റീരിയലാണ്. അത് വായിക്കുക. ചുരുക്കി പറയുകയാണെങ്കിൽ റീഡിങ് ഈസ് എ സോഴ്സ് ഓഫ് സെൽഫ് എഡ്യൂക്കേഷൻ, ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് സ്കില്ലാണത്. ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ് പോലെ സിമ്പിൾ പ്രോസസ്സായിട്ട് തോന്നുമെങ്കിലും അതൊരു ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. സിമ്പിൾസ്, ലെറ്റേഴ്സ്, വേർഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണത്. അപ്പോൾ അത് നോക്കാം. ദെൻ റീഡിങ്ങിന് തന്നത് ജസ്റ്റ് വായിച്ചു പോയാൽ മതി. റീഡിങ് എന്താണ്? ആൽഫബറ്റിക്സ്, കോംപ്രിഹെൻഷൻ, വൊക്കാബുലറി, ഫ്ലുവൻസി, എന്തിനൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് നോക്കിയേ. ഫോളോയിങ് ആസ് സം ഫാക്ടേഴ്സ് ടു ഓവർകം യുവർ റീഡിങ് പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ 1 2 3 4 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. പ്രാക്ടീസ് റീഡിങ്, അത് സെക്ഷൻ വായിക്കുക. അടുത്തത് റൈറ്റിംഗ് ആണ്. റൈറ്റിങ്ങിനെ കുറിച്ച് എന്താ? റീഡിങ് മേക്ക് ദ ഫുൾ മാൻ, കോൺഫിഡൻസ് എ റെഡി മാൻ, റൈറ്റിംഗ് ആൻ എക്സാക്ട് മാൻ. ഫ്രാൻസിസ് ബേക്കൻ്റെ വാക്കുകളാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റൈറ്റിംഗ് പ്രോസസ്സിൽ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? പ്രീ റൈറ്റിംഗ്, ഡ്രാഫ്റ്റിംഗ്, റിവൈസിങ്, എഡിറ്റിംഗ്, പബ്ലിഷിംഗ് കേട്ടോ. 5 സ്റ്റെപ്പുകളാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക കേട്ടോ. 5 സ്റ്റെപ്പുകളിൽ നോക്കുക. പ്രീ റൈറ്റിങ്ങിൽ എന്തൊക്കെയാണ്? ഓർഗനൈസ് യുവർ ടോപ്പിക്, ബ്രെയിൻ സ്റ്റോം യുവർ ഐഡിയാസ്, കളക്ട് ഡാറ്റ. ഡ്രാഫ്റ്റിങ്ങിൽ എന്താ? ക്രിയേറ്റ് എ റഫ് കോപ്പി, അറേഞ്ച് യുവർ ഐഡിയാസ്, ഗെറ്റ് ഫീഡ്ബാക്ക് ഓൺ യുവർ ടോപ്പിക്. റിവൈസിങ് എന്താ? ഇംപ്രൂവ് യുവർ റൈറ്റിംഗ്, ചെക്ക് യുവർ വൊക്കാബുലറി, സ്പെൽ ചെക്ക്. എഡിറ്റിംഗ് എന്താ?
proofread your work, make sure that the written document is original. Then publishing ആണ്, create a clean and a final copy. Then writing sentences in അടുത്ത ടോപ്പിക്ക്. The basic building blocks of written communication are sentences തന്നെയാണ്. എന്ത് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് അറേഞ്ച് അക്കോർഡിംഗ് ടു സർട്ടൻ ഗ്രാമാറ്റിക്കൽ റൂൾസ്. അതിലൂടെ എന്താ നടക്കുന്നത്? എക്സ്പ്രസ് ചെയ്യുക തോട്ട്, നിങ്ങളുടെ ചിന്തകളെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലോ റിക്വസ്റ്റോ ക്വസ്റ്റ്യനോ കമാൻഡോ ഇമോഷനോ. 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസിനെ കുറിച്ച് ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ് സെൻറ്റൻസ് ഒരു വാചക രൂപേണ, ഇൻ്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ രൂപേണ, ഇമ്പാറ്റീവ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ്, അതുപോലെ തന്നെ സജഷൻ, അതന്നെ അഡ്വൈസ് ഒക്കെ വരും. എക്സ്ക്ലമേറ്ററി ആശ്ചര്യമാണ്. ഹൗ ടു റൈറ്റ് പാരഗ്രാഫ്, എങ്ങനെ പാരഗ്രാഫ് എഴുതാമെന്നാണ്. ആ പാരഗ്രാഫ് വായിക്കുക കേട്ടോ. സെൻറ്റൻസ് റിലേറ്റഡ് ടു പെർട്ടിക്കുലർ ഐഡിയ ആൻഡ് ടോപ്പിക്, അത് മൊത്തം വായിക്കുക. പാർട്ട് ഓഫ് പാരഗ്രാഫ് എന്താണെന്ന് നോക്കുക. പാർട്ട് ഓഫ് പാരഗ്രാഫിൽ എന്തൊക്കെയുണ്ട്? ടോപ്പിക് സെൻറ്റൻസ്, സപ്പോർട്ടിങ് സെൻറ്റൻസ്, കൺക്ലൂഡിങ് സെൻറ്റൻസ്, ഇതൊക്കെ നോക്കുക കേട്ടോ. ദെൻ കൾച്ചറൽ അവയർനെസ്. എന്താണ് കൾച്ചറൽ അവയർനെസ് എന്നുള്ളത്? കൾച്ചറൽ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ നോക്കണം. ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ ടു ഗിവ് ഫ്ലവേഴ്സ് ടു ദ ഹോസ്റ്റസ് ഓഫ് ഡിന്നർ പാർട്ടി. അപ്പോൾ അത് നോക്കണ്ട. കൾച്ചറിനെ പറ്റിയുള്ളൊരു ബോധം, നമ്മുടെ കൾച്ചർ എന്താണെന്ന് നമുക്കറിയുന്ന ഒരു അവയർനെസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് കൾച്ചറൽ അവയർനെസ്. വെദർ വി ആർ അവെയർ അബൌട്ട് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ദാറ്റ് വി ഹാവ് ടു ഫോളോ ഇൻ എ കൾച്ചർ. ഒരു സംസ്കാരത്തിൽ നമ്മൾ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതും കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവും അല്ലേ? ഡൂസ് ആൻഡ് ഡോൺസിനെ കുറിച്ച്. അതാണ് കൾച്ചറൽ അവയർനെസ് കേട്ടോ. അതൊരു 5th സ്കില്ലാണെന്നാണ് പറയുന്നത്. അത് 1, 2, 3 പോയിൻറ്റ്സ് അവിടെ തന്നിട്ടുണ്ട് കൾച്ചറൽ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട്. ദ എബിലിറ്റി ടു പെർസീവ് ആൻഡ് റെക്കഗ്നൈസ് കൾച്ചറൽ ഡിഫറൻസസ്, സാംസ്കാരിക വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന കൾച്ചറൽ അവയർനെസ് ആണ്. ഇനിയോ ദ എബിലിറ്റി ടു ആക്സെപ്റ്റ് കൾച്ചറൽ ഡിഫറൻസസ്, വ്യത്യാസങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നതും കൾച്ചറൽ അവയർനെസ് ആണ്. എബിലിറ്റി ടു അപ്രീഷിയേറ്റ് ആൻഡ് വാല്യൂ കൾച്ചറൽ ഡിഫറൻസസിന് നമ്മൾ വാല്യൂ ചെയ്യുന്നതും അതിനെ അഭിനന്ദിക്കുന്നതും കൾച്ചറൽ അവയർനെസ് തന്നെയാണ്. എന്താണ് ബൈലിംഗ്വലിസം? എന്താണ് രണ്ടാമത്തെ പാരഗ്രാഫ് അണ്ടർലൈൻ ചെയ്യുക. ബൈലിംഗ്വലിസം മീൻസ് അവർ എബിലിറ്റി ടു സ്പീക്ക് 2 ലാംഗ്വേജസ്, ഒരേ സമയം 2 ഭാഷ സംസാരിക്കാൻ പറ്റുന്നതാണ് ബൈലിംഗ്വലിസം എന്ന് പറയുന്നത്. ഒരു കുട്ടി ആദ്യം എന്ത് ചെയ്യും? മലയാളം പഠിക്കും, പിന്നെ ഇംഗ്ലീഷ് പഠിക്കും അല്ലേ? അപ്പോൾ ബൈലിംഗ്വലിസം തന്നെയാണ്. എബിലിറ്റി ടു സ്പീക്ക് 2 or more ലാംഗ്വേജസ്, 2 അതിലധികമോ കൂടുതൽ പറ്റുമെങ്കിൽ അതെന്താണ്? മൾട്ടി ലിംഗ്വലിസം ആണെന്ന് പഠിക്കുക കേട്ടോ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒക്കെ വായിക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, റീക്യാപ്പൊക്കെ നോക്കുക. റീക്യാപ്പിൽ പറയുന്നത് 4 ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. LSRW. ലിസണിങ് എന്താ? ആക്റ്റീവ് ആൻഡ് പാസീവ്. 2 ടൈപ്പ് ലിസണിങ് ഉണ്ടെന്ന് പറയുന്നത്, ആക്റ്റീവ് ലിസണിങ്ങും പാസീവ് ലിസണിങ്ങും. ഒന്നും ശ്രദ്ധിക്കാതെ ഒരു റെസ്പോണ്ടും ചെയ്യാതെ ഫീഡ്ബാക്കും കൊടുക്കാതെ ഇരിക്കുന്നത് പാസീവ് ലിസണിങ് ആണെങ്കിൽ, ഇതെല്ലാം നൽകുന്നതാണ് ആക്റ്റീവ് ലിസണിങ്. സ്പീക്കിംഗ് തന്നെ ഫോർമലും ഉണ്ട് ഇൻഫോർമലും ഉണ്ട്. റീഡിങ് തന്നെ സ്കിമ്മിങ്, സ്കാനിങ്, ഇതൊക്കെ മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്കിം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ജനറലായിട്ട് നോക്കി പോകുന്നത് സ്കിമ്മിങ്ങും, ഒരു പ്രത്യേക കാര്യം മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തത് നോക്കുന്നത് സ്കാനിങ്ങുമാണ്. ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീ റൈറ്റിംഗ്, ഡ്രാഫ്റ്റിംഗ്, റിവൈസിങ്, എഡിറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്. എന്താണ് കൾച്ചറൽ അവയർനെസ് നോക്കുക. ബൈലിംഗ്വലിസം എന്താണോ മൾട്ടിലിംഗ്വലിസം എന്താണെന്ന് പഠിക്കുന്നത്, 2 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.